ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. തമ്പ്നെയിൽ കണ്ടു കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വുമൺസ് ഡേ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വുമൺസ് ഡേ മേക്കപ്പ് ലുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫേസൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, അപ്പോൾ ഞാൻ വിൽവയുടെ ഒരു അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു നല്ലൊരു ജെല്ലാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണിത്. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മെബ്ലിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറുണ്ട് അതിനൊരു പിങ്ക് കളറ്. എല്ലാ സ്കിന്നിനും ചേരുന്ന പോലത്തെ ഒരു കളറ്. ഒത്തിരി ഗ്ലോസി അല്ല, നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കും. നല്ലൊരു ലിപ് ബാമാണ്. അടുത്തത് പ്രൈമറാണ്. പേർപ്പിളിൻ്റെ ഒരു 24 ക്യാരറ്റ് ഗോൾഡിൻ്റെ ഒരു പ്രൈമറാണ്. അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രൈമറാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. എന്തായാലും ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് 03 ആണ്. ഫൗണ്ടേഷൻ അതേപോലെ ഡോട്ട് പോലെ ഫേസിലിടുക. എന്നിട്ട് നല്ല സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യണം. സോ എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത് കേട്ടോ. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കഴുത്തിലിടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഫേസും കഴുത്തും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ചെവിയിലിടണം. അടുത്ത വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കൺസീലറാണ്. സോ കുറച്ച് സ്പോട്ട്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ പോവാണ് കൺസീലർ വെച്ചിട്ട്. അത്യാവശ്യം നല്ല കവറേജുള്ളൊരു ഇതായത് കാരണമുണ്ട്, എന്താ പറയുക, ഫൗണ്ടേഷൻ ആയത് കാരണമാണ് ഞാൻ എന്തായാലും ഒത്തിരി ഇതാക്കുന്നില്ല. കൺസീലർ എന്താണെന്നറിയാമല്ലോ അല്ലേ? നമ്മുടെ സ്പോട്ട്സ് പിന്നെ ഡാർക്ക് സർക്കിൾ അതൊക്കെ ഒന്ന്, ആ കളറൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സ്പോഞ്ച് വെച്ച് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒത്തിരി അങ്ങ് ബ്ലെൻഡ് ചെയ്യണം. അടുത്ത ഇൻസൈറ്റിൻ്റെ ഒരു ജെൽ ഐലൈനർ സ്മജ്ജർ വെച്ചിട്ട് പിരുകൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിലൊരു ബ്രൗൺ ഷെയ്ഡുണ്ട്, ബ്രൗണും ബ്ലാക്കും 2 ഷെയ്ഡുണ്ട്. അതിലത്തെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ പിരുകൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു ജെല്ലാണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ഒരു ജെൽ ഐലൈനർ കം സ്മജ്ജർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ബോക്സിലുള്ളത്. ബ്രൗൺ കളറും ബ്ലാക്ക് കളർ പിന്നെ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. സോ ഐലൈനറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഐബ്രോ ഷെയ്ഡ് ചെയ്യാനും പറ്റും. നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഐ മേക്കപ്പാണ്. മേക്കപ്പ് റെവല്യൂഷൻ ബോക്സില്ലേ, അതിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അത് വെച്ച് നന്നായിട്ടൊന്ന് ക്രീസൊക്കെ നന്നായി ഫില്ല് ചെയ്യുക. അതിന് ശേഷം ഞാനിവിടെ ലാക്മേയുടെ ഐലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നന്നായിട്ട് തിക്കായിട്ട് വരച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലോവർ ലാഷ് ലൈനും അതേപോലെ തന്നെ. ഞാൻ ഐലൈനറൊന്നും യൂസ് ചെയ്തില്ല. മേലെ ബ്ലെൻഡ് ചെയ്തതിൻ്റെ ബാക്കി വെച്ചിട്ട് തന്നെയാണ് താഴെയും ചെയ്തത്. അതിന് ശേഷം ഹൈലൈറ്റ് ചെയ്യുക, ഇന്നർ കോർണറും ബ്രോ ബോണും. പിന്നെ നമ്മുടെ ഐലാഷ് ഒന്ന് നന്നായി കേൾ ചെയ്യുക. അതിന് ശേഷം ലാക്മേയുടെ തന്നെയാണ് ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നത്. നല്ല മസ്കാര കേട്ടോ, നല്ല വോളിയം തരും. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ്. പിന്നെ അതത്ര ഡാർക്കല്ല. അപ്പോൾ അത് കാരണം ഞാൻ വേറെ കോണ്ടോർ പൗഡർ ഇല്ല, നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ കോണ്ടോറിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അത് ലൈറ്റായിട്ട് എടുത്ത് രണ്ടും കൂടെ ചേർന്നാണ് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് കാരണം നാച്ചുറൽ ലുക്കായിരുന്നു. പൗഡറും ക്രീമും കൂടെ ചേർത്തിയപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്ലഷ്, മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ പാലറ്റിൽ നിന്നാണ് ബ്ലഷും ലൈറ്റായിട്ടേ ഞാൻ എടുത്തുള്ളൂ. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ലൈറ്റായിട്ട് എടുത്ത് നന്നായിട്ട് ചീക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അറിയാമല്ലോ അല്ലേ? നന്നായി ചിരിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൈലൈറ്റർ, അതിൽ തന്നെ ഹൈലൈറ്ററാണ്. ഞാനിപ്പോഴും കൈ വെച്ചിട്ടാണ് ഹൈലൈറ്റർ ഒന്ന് ചെയ്യുക. കാരണം അപ്പോൾ നമ്മുടെ കൈൻ്റെ ആ ചൂട് കാരണം കൊണ്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക്, നന്നായി മെൽറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ നമ്മുടെ ഹയർ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഷൈൻ ആവേണ്ട പാർട്സ് എല്ലാം ഒന്ന് ഹൈലൈറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫേസ് ഫുള്ളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ച് ഫുള്ളൊന്ന് ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഒത്തിരി ഹാർഷ് ലൈൻസും ഒന്നുമില്ലാതെ നന്നായിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം ലിപ്സാണ്. ഐ ആംസ്റ്റർഡാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് കുറച്ച് ഡാർക്കായത് കാരണം കൊണ്ട് ഞാൻ വേറൊരു ഐ ആംസ്റ്റർഡാമിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടെ ചേർത്താണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പ് കേട്ടോ.
ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ കമൻസൊക്കെ ഒത്തിരി വാല്യുബിളാണ്. കാണുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്. ഈ മേക്കപ്പ് വളരെ സിമ്പിളാണ്, ഒത്തിരി ഹെവി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.